Laying low, no place to go. Sunlight dances through the window. Lazy haze filled up the room. ഹലോ ദാ ഇന്നത്തെ കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഒരു ചെറിയ പണിത്തിരക്കിലാട്ടോ. കാരണം ഒരു ചെറിയൊരു കുഞ്ഞു സദ്യ ഉണ്ടാക്കിയിട്ട് വേണം ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ട്. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പൊ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയി വന്നിട്ട് സദ്യ കഴിച്ചിട്ട് അച്ഛനൊരു കുഞ്ഞു സർപ്രൈസ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയൊരു ഗിഫ്റ്റാണ്. ഇനി അവനെയും കൊണ്ട് ചെല്ലുമ്പോൾ അവനെന്താ സെലക്ട് ചെയ്യാന്നൊന്നും അറിയില്ല. എന്തായാലും മേടിച്ചു കൊടുക്കാന്നുള്ള ഒരു ഇതാട്ടോ. കാരണം കുട്ടീസിന് ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാം, അവർക്ക് അതല്ലേ ഏറ്റവും സന്തോഷമുള്ളത്. അപ്പൊ അതെ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞു സദ്യ, വലിയ സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 3-4 കൂട്ടം കറികൾ വെച്ചിട്ട് ഒരു കുഞ്ഞൊരു തട്ടിക്കൂട്ടി സദ്യ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലത്തെ പണി കഴിഞ്ഞ് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ. അപ്പോഴേക്കും കുട്ടീസൊക്കെ റെഡിയായി. അമ്മ കണ്ണനെ അശ്വിനെയും ഒക്കെ റെഡിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൗരിയുടെ മുഖത്തെ ഈ രൂപം കണ്ട് ആരും പേടിക്കണ്ട. രാജേട്ടൻ ഗൗരീനെ ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്തതാണ്. അപ്പൊ ഇന്ന് ഗൗരിയുടെ ബ്യൂട്ടീഷ്യൻ രാജേട്ടനായിരുന്നു. അപ്പൊ കൊച്ചിന്റെ മുഖം ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം മേക്കപ്പ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ അമ്പലത്തിൽ നിന്ന് മറ്റേ കട്ടപ്പായസവും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പാലട പായസവും ഒക്കെ ആയിട്ട്, വീട്ടിലല്ല കേട്ടോ, അച്ഛൻ കടയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാ ചെയ്തട്ടോ പാലട പായസം. അങ്ങനെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടായിരിക്കട്ടോ. അപ്പൊ ബർത്ത്ഡേക്കാരൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ഇരിക്കണം. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അച്ചു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോയി ഗിഫ്റ്റ് മേടിക്കാം, സർപ്രൈസ് ഗിഫ്റ്റ് എന്താ വേണ്ടതെന്ന് മോൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞേക്കാട്ടോ. അത് കാരണം കൊണ്ടാണ് ഫുഡ് നല്ലോണം കഴിക്കണേ. അപ്പൊ പുള്ളിക്കാരൻ ബർത്ത്ഡേ ചെയ്യാൻ ഒറ്റയ്ക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തേക്കണ അതുകൊണ്ട് പുള്ളി ഇതേ തന്നെ അങ്ങനത്തെ ഒരു കുഞ്ഞിലയിൽ ഗണപതിക്ക് വെച്ച്, സത്യത്തിൽ ഗണപതിക്ക് കുഞ്ഞില വെക്കാൻ, കാരണം നമ്മുടെ വീട്ടിൽ ആകെ ഒരു വാഴയുള്ളൂ. അപ്പൊ അത് കാരണം അതിന്റെ ഇല വെട്ടി ലാസ്റ്റ് ഒരു കുഞ്ഞില മാത്രമേ നമുക്ക് ഗണപതിക്ക് വെക്കാൻ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ കുട്ടീസിന് എന്തായാലും ഒന്ന് പിറന്നാളായതുകൊണ്ട് ഇലയിൽ കൊടുക്കാന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഗൗരി ചേട്ടന്മാരുടെ രണ്ടുപേരെ നടുക്കിരുന്നിട്ട് അവളെ എന്തൊക്കെയോ പപ്പടത്തിന്റെ പീസ് മാത്രം വാരി കഴിച്ചു. പിന്നെ രണ്ടാമത് ഞാൻ വേറെ ചോറ് കൊണ്ട് കൊടുത്തു കേട്ടോ. വന്നാലും ഇരുന്നപ്പോ കൂട്ടത്തിലൊന്നും ഇരുത്തിന്നുള്ളൂ. അങ്ങനെ അച്ഛനും ഭക്ഷണം കഴിക്കാട്ടോ. അങ്ങനെ അച്ഛന് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ചെന്നുട്ടോ. അപ്പൊ പുള്ളി ചെന്നപ്പോ തൊട്ട് ഈ ഒരു സംഭവമാണ് ആയിട്ടാണ് നോക്കിക്കൊണ്ട് നിൽക്കണത് കേട്ടോ. കാര്യം ഇത് മേടിച്ചു കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കൂടി വന്ന 2 ദിവസം അതിനുള്ളിൽ ഇവരത് നശിപ്പിക്കും. പിന്നെ നല്ല പൈസയാണ്. അപ്പോ അങ്ങനെ അത് വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞ അവസാനം ഇത് മതിയെന്നും പറഞ്ഞ് ഇത് മേടിച്ചോണ്ട് പോന്നു കേട്ടോ. അപ്പൊ പക്ഷെ ഇവിടെ വന്നപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചു അതവിടെ വെച്ചപ്പോ ഗൗരി പിന്നെ അതുമേന്ന് മാറിയിട്ടില്ല കേട്ടോ. ഗൗരി എന്തോരം പ്രാവശ്യം ഒന്നും കയറിയെന്നറിയോ. പിന്നെ അപ്പൊ ചെന്നപ്പോ കണ്ണന് കുറച്ച് ദിവസമായി ഫുട്ബോൾ വേണമെന്നും പറഞ്ഞ് കണ്ണൻ പറയണം. അപ്പൊ കണ്ണനുള്ള ഫുട്ബോളും മേടിച്ച് ഒരു കുഞ്ഞു കേക്ക് മേടിച്ചതേ പിന്നെ വന്നു. നമ്മുടെ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും അത് വലിയവരുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും ആരുടെ ആയാലും 3 ക്യാപ്പ് നമ്മൾ മേടിക്കട്ടോ. അത് ഇവര് വയ്ക്കും. ഇവര് 3 ആളും ക്യാപ്പ് വയ്ക്കും. ഇപ്പൊ രാജേഷന്റെ ആണെന്നുണ്ടെങ്കിൽ രാജേഷേട്ടൻ ചിലപ്പോൾ ക്യാപ്പ് വയ്ക്കില്ല, ഇവര് വയ്ക്കും. അത് ഇവിടെ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ ഇങ്ങനെ തന്നെയാട്ടോ. അപ്പൊ അങ്ങനെ 3 ക്യാപ്പ് വെച്ചാൽ അച്ചു ആ നേരമായപ്പോ അത് ഊരിക്കാട്ടിക്കളഞ്ഞു കേട്ടോ. കണ്ണനും കയറിയും വെച്ചോണ്ട് എടുക്കണ്ടേ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാട്ടോ. അപ്പൊ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ കേക്കൊക്കെ കഴിച്ച് അച്ചുവിന്റെ ഒരു ബർത്ത്ഡേ ദിവസം ഇങ്ങനെ അവന് ഭയങ്കര ഹാപ്പിയായി. അവൻ മാത്രമല്ല നമ്മളും ഭയങ്കര ഹാപ്പിയായി. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓക്കെ, വേറൊരു വീഡിയോയിൽ കാണാട്ടോ.